ഞാൻ നിങ്ങളോട് ഈ ബോൾ ഇവിടെ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഇന്ന് നമുക്ക് നോക്കാം ഈ ബോൾ ശരിക്കും എവിടെയാണെന്ന്. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണ്? നമ്മുടെ മിററിലെ ഇതിന്റെ ഇമേജാണ്. അപ്പം എങ്ങനെയാണ് ഈ മിറർ നമ്മളോട് ഈ ബോൾ അല്ലെ നിങ്ങളോട് ഈ ബോൾ അവിടെ ആയിരുന്നു എന്ന് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ ദിവസവും നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ കണ്ണാടി നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? അതിന്റെ ഉള്ളിൽ ആരും ഇല്ല. അപ്പൊ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മളെ പറ്റിക്കുന്നത് എന്നുള്ള പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം ഇതിന്റെ ഇമേജ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണിൽ കാണുന്നത്, അല്ലെ ഇതിനെ അല്ലെ ഈ ബോളിനെ അല്ലെ എന്ത് സാധനത്തിനെ എങ്ങനെയാണ് കാണുന്നത് പെട്ടെന്ന് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന്ന് കുറെ റേസ് ഓഫ് ലൈറ്റ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിലൊരു പോയിന്റ് എടുത്ത് നോക്കിയാൽ അവിടെ നിന്ന് കുറെ റേസ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ജസ്റ്റ് 2 റേസ് മതി. അപ്പൊ 2 റേസ് എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ വരുമ്പോൾ എന്റെ കണ്ണല്ല എന്റെ ബ്രെയിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്റെ ബ്രെയിനിന് അറിയില്ല ഈ 2 റേസ് എവിടുന്നാണ്. അപ്പൊ ബ്രെയിൻ എവിടുന്നാണ് വന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടി ബ്രെയിൻ എന്ത് ചെയ്യും? അതിനെ തിരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് വന്നതെന്ന് ബ്രെയിന് മനസ്സിലാക്കി എടുക്കും. അപ്പൊ ബ്രെയിൻ അവിടെ ഒരു കുഞ്ഞു ഡോട്ട് കാണും. അതുപോലെ ഓരോ ഈ ബോൾസിലെ ഓരോ പോയിന്റ്സും ഇങ്ങനെ ലൈറ്റ് സോഴ്സ് ഇങ്ങനെ വന്ന് എന്റെ ബ്രെയിൻ എവിടെയാന്ന് പറഞ്ഞ് അവസാനം എന്റെ ബ്രെയിൻ പറഞ്ഞു തരും ഇവിടെ ഒരു സാധനം ഉണ്ട്. അത് എനിക്ക് അറിയില്ല, ഞാൻ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അവിടെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ ജസ്റ്റ് എന്റെ ബ്രെയിൻ പറഞ്ഞു തരുന്നുള്ളൂ അവിടെ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ ഈ മിററിന്റെ ഉള്ളിൽ കാണുന്ന ഇമേജ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതെന്താണ് സംഭവിക്കുന്നുണ്ടാവുക? ഇവിടുന്ന് റേസ് വന്നിട്ട് കുറെ റേസ് അവിടെ പോയി തട്ടുന്നുണ്ട്. മിററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മിറർ എല്ലാം നല്ല ഭംഗിയിൽ ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ആ തട്ടിയ റേസ് എന്റെ കണ്ണിലേക്ക് വരും. അപ്പൊ എന്റെ ബ്രെയിനിന് അറിയില്ല അത് എവിടുന്നാ വന്നതല്ലേ, എന്റെ ബ്രെയിനിന് അറിയില്ല അത് എവിടുന്നാ വന്നത്. അപ്പൊ എന്റെ ബ്രെയിൻ വീണ്ടും എന്താണ് ഇവിടെ ചെയ്ത പോലെ തന്നെ അതിനെ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കും. അപ്പൊ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുമ്പോൾ ബ്രെയിൻ പറയും അവിടെയാണ് നമ്മുടെ ബോൾ എന്ന് പറയും. പക്ഷെ അവിടെ ബോളുണ്ട്, അവിടെ ബോളൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ ബ്രെയിൻ നോക്കുന്നത് അവിടെയാണ് ബോൾ, അവിടുന്നാണ് ലൈറ്റ് വന്നത്. അപ്പൊ അവിടെ ബോളുണ്ട്, ബ്രെയിൻ അവിടെ കാണും. ആ ഇമേജ് ആണ് നിങ്ങൾ ഉള്ളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വെർച്വൽ ഇമേജ് എന്ന് വിളിക്കും. കാരണം അവിടെ ഒരു സാധനവും ഇല്ല. നിങ്ങളിതാ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനെ പിടിക്കാൻ പറ്റും, അതിനെ പിടിക്കാൻ പറ്റില്ല. അത് വെർച്വൽ ഇമേജ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ നമ്മളെ ദിവസേന കണ്ണാടി നോക്കുമ്പോൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് വെർച്വൽ ഇമേജ് ഫോം ചെയ്യുക, എങ്ങനെയാണ് ഇമേജ് തന്നെ ഫോം ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ കണ്ണാടിയിൽ കാര്യങ്ങൾ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ചാപ്റ്ററിലെ ഓരോ ബ്യൂട്ടിഫുൾ കാര്യം നല്ല ഭംഗിയിൽ പഠിച്ചെടുക്കാം. ഓക്കെ, സ്റ്റാർട്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് ഒരു ചോദ്യം, ചെറിയൊരു പണി ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം ഞാൻ വലിയ പ്രായമൊക്കെ ആകുമ്പോൾ നിങ്ങൾ വലിയ പൈസക്കാരൊക്കെ ആകുമ്പോൾ നല്ല എക്സാമിനറിലൊക്കെ പഠിച്ച് നല്ല വലിയ ജോലി കിട്ടി വലിയ പൈസക്കാരാകുമ്പോൾ ഇതാ പാവ അലക്സാർ ഇങ്ങനെ ഒരു ഫ്ലൈറ്റും പിടിച്ച് വരുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ലംബോർഗിനിയും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും അലക്സാറിന് വെച്ചിട്ട്. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് കുഴപ്പമില്ല, ഇവിടെ അപ്പം നിങ്ങളിങ്ങനെ നിൽക്കുമായിരിക്കും അല്ലേ. പക്ഷെ ഇത് ശരിക്കും വീണ്ടും നിങ്ങളെ ഞാൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വീണ്ടും ഇതിൽ എഴുതിയിരിക്കുന്ന അലക്സാർ എന്നല്ല, അലക്സാർ ഫ്ലിപ്ഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ മിററിൽ നോക്കുമ്പോൾ എന്താണ് കറക്റ്റ് അലക്സാർ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. എന്റെ ചോദ്യം ഒബ്വിയസ്ലി അത് ഇമേജ് ആണ്, അവിടെ ശരിക്കും ഒന്നുമില്ല. നമ്മുടെ ബ്രെയിൻ പറയാണ്, ബ്രെയിനിന് തോന്നുകയാണ് അവിടുന്ന് വരുന്നത്, അതുകൊണ്ടാണോ കാണുന്നത്. ഓക്കെ ശരി, പക്ഷെ എന്തുകൊണ്ടാണ് കാണുമ്പം ഇതുപോലെ തന്നെ കാണാത്തത്? തിരിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കാണുന്നത്? ഇതിന്റെ അർത്ഥോ അല്ലെ ഇതിന്റെ വേർഡോ അല്ല ആ കോൺസെപ്റ്റിന്റെ പേരൊന്നല്ല എനിക്ക് വേണ്ടത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഈ കാണുന്ന ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്താൽ അവർക്കൊരു എക്സാമിനറിന്റെ ബ്യൂട്ടിഫുൾ ടീഷർട്ട് നിങ്ങളുടെ വീട്ടിലെത്തും. പക്ഷേ ഇത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ഒരു കാര്യം, ഇപ്രാവശ്യം എക്സ്പ്ലനേഷൻ കമന്റ്സിലല്ല കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ ആയിട്ട് എടുത്ത് എക്സാമിനറിലേക്ക് അയക്കണം. അത് കറക്റ്റായിട്ട് അയക്കുന്ന ഒരാളുടെ വീഡിയോ അവർക്ക് ടീഷർട്ട് കിട്ടുക മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളെ ഫീച്ചർ ചെയ്യും. ആ വീഡിയോ യൂട്യൂബ് ചാനൽ നമ്മുടെ ഒഫീഷ്യൽ ചാനൽ തന്നെ വരും. അപ്പം അത് കിട്ടണമെങ്കിലും ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോ വരണമെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ എക്സ്പ്ലനേഷൻ അയക്കുക. എവിടേക്കാണ് അയക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എല്ലാ കാര്യവും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ പിന്നും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കമന്റ് ബോക്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റും ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.